സർക്കാർ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി. വിദ്യാഭ്യാസ വായ്പയുടെ ഉദ്ദേശ ലക്ഷ്യത്തെ ഇല്ലാതാക്കുന്ന മാനദണ്ഡങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും എം.പി. പറഞ്ഞു. ആലപ്പുഴ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ചെയർമാൻ കൂടിയായ കെ.സി. വേണുഗോപാൽ എം.പി. വിദ്യാഭ്യാസ, കയർ, ഫിഷറീസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട അപേക്ഷകരുടെ വായ്പകൾ ബാങ്കുകൾ നിസ്സാര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിഷേധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് എം.പി. പറഞ്ഞു. സാധാരണക്കാരുടെ വായ്പകൾ മാനുഷിക പരിഗണനയോടെ സമീപിക്കണമെന്നും അതിനുവേണ്ട നിർദ്ദേശം ബാങ്കുകൾക്ക് ലീഡ് ബാങ്ക് മാനേജർ നൽകണമെന്നും എം.പി. പറഞ്ഞു. വിദ്യാഭ്യാസ വായ്പയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ തകിടം മറിക്കുന്ന തരത്തിൽ പദ്ധതിയുടെ പരിധിയിലില്ലാത്ത മാനദണ്ഡങ്ങൾ ബാങ്കുകൾ തന്റെ ഇഷ്ടപ്രകാരം ആവിഷ്കരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും എം.പി. വ്യക്തമാക്കി. ഇപ്പം നമുക്കറിയാം, കേന്ദ്ര പദ്ധതി സംസ്ഥാന പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്നത്. പഞ്ചായത്തുകളുടെ കോൺട്രിബ്യൂഷനും, പിന്നെ സ്റ്റേറ്റ് കോൺട്രിബ്യൂഷൻ, പഞ്ചായത്തുകളുടെ ലോക്കൽ ബോഡി കോൺട്രിബ്യൂഷൻ, അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്. ഇതോട് കൂടുമ്പോഴാണ് പലയിടത്തും എന്താ സ്ഥിതി വെച്ചാൽ ഒരു ഗഡു കൊടുത്തു, പിന്നെ കൊടുത്തില്ല, പണി പാതി വഴിയിൽ നിൽക്കുകയാണ്. വീടുകൾ പാതി വഴിയിൽ നിൽക്കുന്നൊരവസ്ഥ, പുതിയ വീടുകളിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെന്താണ് പരിഹാര മാർഗം എന്നുള്ളത് നമ്മൾ സ്വീകരിച്ചേ മതിയാവും. സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. അതുപോലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നം ഓരോന്നെടുക്കുമ്പോൾ നമുക്ക് സൂചിപ്പിക്കാം. ആലപ്പുഴ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയുടെ ഭാഗമായി നിർമ്മിക്കുന്ന റോഡുകളുടെ പണി എത്രയും വേഗത്തിലാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. കൊടിക്കുന്നിൽ സുരേഷ് എം.പി., ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രദീപ് കുമാർ, ദാരിദ്ര്യ ലഘൂകരണ യൂണിറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഫിലിപ്പ് ജോസഫ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഭരണഘടനാ മൗലിക തത്വങ്ങളോട് മന്ത്രി സജി ചെറിയാന് പുച്ഛമാണെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ. ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തയാൾ മന്ത്രിസ്ഥാനത്തല്ല എം.എൽ.എ. ആയിരിക്കാൻ പോലും യോഗ്യനല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. ചെങ്ങന്നൂരിൽ സംഘടിപ്പിച്ച മന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ. മന്ത്രിയുടെ വാക്കുകൾ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തയാൾ മന്ത്രിസ്ഥാനത്തെന്നല്ല എം.എൽ.എ. ആയിരിക്കാൻ പോലും യോഗ്യനല്ല. വ്യക്തമായി തെളിവുകളുണ്ടായിട്ടും പോലീസ് സജി ചെറിയാൻ അനുകൂലമായി നിന്നുകൊണ്ടുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കി നൽകിയത്. പോലീസ് നൽകിയ റിപ്പോർട്ട് തെറ്റാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി പുനരന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ നിന്നും സജി ചെറിയാനെ പുറത്താക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണമെന്നും പന്തളം പ്രതാപൻ പറഞ്ഞു. ആഭ്യന്തര ഉപമന്ത്രി എഴുതി കൊടുത്ത കാര്യം അതേപോലെ തന്നെ എഴുതി കൊടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും അദ്ദേഹത്തെ വിടുതൽ ചെയ്ത നടപടി പോലും മജിസ്ട്രേറ്റിൻ്റെ നടപടി തെറ്റായിരുന്നെന്ന് പോലും ഇന്നലത്തെ വിധിന്യായത്തിൽ നമ്മുടെ ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി കാണണം. അപ്പം എവിടെയൊക്കെ സ്വാധീനം ചെലുത്തി, പോലീസിനെ മാത്രമല്ല ജുഡീഷ്യറി പോലും സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചതിൻ്റെ ഫലമായാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത് എന്നുള്ള കാര്യം ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ പോലും കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, കഴിവും നിഷ്പക്ഷതയുമുള്ള ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും ഒരു കാരണവശാലും നിഷ്പക്ഷരല്ല. അതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലെന്ന് കേരള ഹൈക്കോടതിക്ക് പോലും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിലെ നല്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് ഇന്നലത്തെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും ഒരു നിമിഷം പോലും ഈ മന്ത്രി കസാരയിൽ തുടരുവാനുള്ള അവകാശമോ അധികാരമോ സജി ചെറിയാനില്ല. പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് അധ്യക്ഷനായി. മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കുഴ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കലാ രമേശ്, എസ്.വി. പ്രസാദ്, മനു കൃഷ്ണൻ, ടി.സി. സുരേന്ദ്രൻ, സിന്ധു ലക്ഷ്മി, ആതിര ഗോപൻ, പി.ജി. മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി മാന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ബി.ജെ.പി. പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു. കേരള
മന്ത്രി രാജിവൈ ചെങ്ങന്നൂരിൻ എംഎൽഎ ചെറിയാൻ എംഎൽഎ രാജിവൈ കത്തട്ടെങ്ങനെ കത്തട്ടെ ചെങ്ങന്നൂരിൻ എംഎൽഎ. പ്രതിഷേധ യോഗം BJP മണ്ഡലം പ്രസിഡന്റ് സതീഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മല്ലപ്പള്ളി പോലീസിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് സജി ചെറിയാൻ കേസ് തേച്ചു മായ്ച്ച് കളഞ്ഞുകൊണ്ട് വീണ്ടും മന്ത്രിയായി കേരളത്തിൽ വിലസുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലെ വിവരക്കേട് മാത്രം പറയുന്ന, വാതുറന്നാൽ വിവരക്കേട് മാത്രം പുലമ്പുന്ന സജി ചെറിയാൻ ചെങ്ങന്നൂരിലെ ജനങ്ങൾക്ക് ഇന്ന് അപമാനമായി മാറിയിരിക്കുകയാണ്. സജി ചെറിയാന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം. പലതരത്തിലുള്ള വിവാദപരമായ പ്രസ്താവനകൾ സജി ചെറിയാൻ പലതവണയും ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ നടത്തിയിട്ടുണ്ട്. പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടുകൾ സജി ചെറിയാൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നലെ സജി ചെറിയാന്റെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിനൊക്കെ ശക്തമായ മറുപടി കൊടുത്തുകൊണ്ട് കേരള ഹൈക്കോടതി സജി ചെറിയാന്റെ കേസ് വീണ്ടും പരിഗണനയിലേക്ക് വെച്ചിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, സജി ചെറിയാൻ രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകണം. മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജ പത്മകുമാർ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് സജു കുരുവിള, വൈസ് പ്രസിഡന്റ് ബിനു രാജ്, സെക്രട്ടറിമാരായ ശിവകുമാർ, PK വിജയൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജീവ് ഗ്രാമം, മാന്നാർ സുരേഷ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിച്ചെലവ് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള കോൺഗ്രസ് എം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് VC ഫ്രാൻസിസ്. രാമങ്കരി അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസ് പടിക്കൽ കേരള കർഷക യൂണിയനിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലുവില കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും VC ഫ്രാൻസിസ് ആവശ്യപ്പെട്ടു. ഈ സമരത്തിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, കൃഷിക്കാർ കുട്ടനാട്ടിലെ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ സമരത്തിന് വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർബന്ധമില്ല. ഇന്ന് കൃഷിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 4 വർഷമായി വില ഉയർത്താതെ, സംഭരണ വില ഉയർത്താതെ കൃഷിക്കാരനെ ആ പഴയ വില കൊടുത്ത് മാത്രമാണ് സംരക്ഷിക്കുന്നത്. ഇന്നിവിടുത്തെ കൃഷിക്കാർക്ക് കിട്ടുന്നത് 28 രൂപ 32 പൈസയാണ് 1 കിലോ നെല്ലെടുത്താൽ കിട്ടുന്നത്. ഇന്ന് പൊതുമാർക്കറ്റിൽ 60 രൂപ വിലയുള്ളപ്പോൾ ആ വിലയ്ക്ക് അനുസരണമായിട്ട് കൃഷിക്കാരന് ന്യായമായിട്ടുള്ള അവൻ്റെ വില വർദ്ധിപ്പിച്ച് കിട്ടുവാനായിട്ടുള്ള സാഹചര്യം. രാസവള കീടനാശിനി സബ്സിഡി അനുവദിക്കുക, വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തണ്ണീർമുക്കം ബണ്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക, വിള ഇൻഷുറൻസ് വ്യക്തിഗതമായി ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക, നെല്ലുവില 35 രൂപയായി വർദ്ധിപ്പിച്ചതിന് ശേഷം മാത്രം തൊഴിലാളികളുടെ കൂലിവർധന നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണാ സമരം. കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോണിച്ചൻ മണലിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഉന്നതാധികാര സമിതി അംഗങ്ങളായ ജേക്കബ് തോമസ് അരികുപുറം, ജെന്നിങ്സ് ജേക്കബ്, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസഫ് K നെല്ലുവേലി, ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു, കർഷക യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സജു എടക്കാട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷാജോ കണ്ടക്കുടി, കർഷക യൂണിയൻ ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൈനഗരി ജലോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് മന്ത്രി P പ്രസാദ് മത്സരവള്ളംകളി ഉദ്ഘാടനം ചെയ്യും. ജലോത്സവത്തിന് മുന്നോടിയായി വെള്ളിയാഴ്ച സാംസ്കാരിക ഘോഷയാത്രയും സമ്മേളനവും നടന്നു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കൈനഗരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ കുടുംബശ്രീ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് 4-ന് ചേർന്ന സാംസ്കാരിക സമ്മേളനം മുൻ MLA CK സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് മങ്ങലുണ്ടാകുന്നു എന്നുള്ളൊരു തോന്നൽ, ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു സ്പിരിറ്റ് തന്നെയാണ്. അവിടെ ജയമുണ്ടാവും, തോൽവിയുണ്ടാവും, പരാതികളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും. അതിനൊക്കെ മാർഗമുണ്ട്. ആ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം തെറ്റായ മാർഗം സ്വീകരിച്ചു.
അതിൻ്റെ ഫലമായി ഗവൺമെൻറ് വലിയ ആഗ്രഹത്തോടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും ജലോത്സവ മേഖലയ്ക്ക് ഒരു ഊനവും തട്ടാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് പ്രഖ്യാപിച്ച പരിപാടിക്ക് തുടക്കം കുറിച്ചപ്പോൾ അത് കല്ലുകടിയായി മാറുന്നത് നമ്മൾ കാണുകയുണ്ടായി. സമ്മേളനത്തിൽ മുൻ MLA KK ഷാജു അധ്യക്ഷനായി. അമ്പലപ്പുഴ DYSP KN രാജേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ്, ജനപ്രതിനിധികളായ ഷീല സജീവ്, സബിത മനു, നോബിൻ P ജോൺ, മധു C കുളങ്ങര, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PV സുനോസ്, PR മനോജ്, ബാബു പാറക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മത്സര വള്ളംകളിയുടെ ദൃശ്യങ്ങൾ KCV 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യും. പൗരോഹിത്യത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ മാന്നാനം KE സ്കൂൾ പ്രിൻസിപ്പളും അസോസിയേഷൻ ഓഫ് സ്കൂൾ ഫോർ ഓൾ ഇന്ത്യൻ കൗൺസിലിന്റെ നാഷണൽ പ്രസിഡന്റുമായ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരിക്ക് നാടിന്റെ അനുമോദനം. ഫാദർ മുല്ലശ്ശേരിയുടെ മാതൃ ഇടവകയായ ചങ്ങനാശ്ശേരി വടക്കേക്കര സെന്റ് മേരീസ് പള്ളിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സ്വീകരണവും അനുമോദന ചടങ്ങും. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു പുരോഹിതന്റെ ജൂബിലി 25 വർഷം എന്ന് പറയുന്നത് സമൂഹം ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ ഒരു പുരോഹിതന്റെ ജീവിതം എപ്പോഴും അയാൾക്ക് വേണ്ടിയല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാൻ ഒരുങ്ങിത്തീരുന്ന ഒരു മെഴുകുതിരി. എല്ലാവരും ഒരു അർത്ഥത്തിൽ അങ്ങനെയാണ് എങ്കിലും ഒരു പുരോഹിതൻ കുറച്ചുകൂടെ നിയതമായ അർത്ഥത്തിൽ തൻ്റെ ജീവിതം മറ്റുള്ളവർക്കായിട്ട് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമർപ്പണത്തിലെ ഓരോ ഘട്ടവും സഭയ്ക്കും പൊതുസമൂഹത്തിനുമെല്ലാം ആഘോഷിക്കാനുള്ള ഒരു അവസരമായി മാറും. ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ടും അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. അദ്ദേഹം കൈവച്ചിട്ടുള്ള മേഖലകളെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം അനേക അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടി. ചടങ്ങിൽ തിരുവനന്തപുരം CMI സെന്റ് ജോസഫ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ആന്റണി ഇളന്തോട്ടം അധ്യക്ഷനായിരുന്നു. MLA-മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മോൻസ് ജോസഫ്, ജോബ് മൈക്കിൾ, മുൻ MP തോമസ് ചാഴിക്കാടൻ, മുൻ മന്ത്രി KC ജോസഫ്, തോമസ് ഉണ്ണിയാടൻ, വൈക്കം വിശ്വൻ, കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, വടക്കേക്കര സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോബി മൂലയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഫാദർ ജെയിംസ് മുല്ലശ്ശേരിയുടെ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ അനുമോദന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് ആളുകളും വിശ്വാസികളും പങ്കെടുത്തു. ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആന്റി മൈക്രോബിയൽ പ്രതിരോധ വാരാചരണത്തിന്റെ സമാപന സമ്മേളനം ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ചു. H. സലാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ച പോലെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശമില്ലാതെ സ്വയം ആന്റിബയോട്ടിക് ഉൾപ്പെടെ വാങ്ങി കഴിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എത്രമാത്രം ആരോഗ്യപരമായ പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവർക്കെല്ലാം നല്ല ബോധ്യമായിരിക്കും. ഇതിന്റെ ഒരു വിവരങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ആളുകൾ ഇത് ഉപയോഗിക്കുന്ന പബ്ലിക്കാണ്, സാധാരണ ജനങ്ങളാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇത് വരിക എന്നുള്ളത് ഈ പറഞ്ഞ തെറ്റായ രീതിയിലൂടെ ഇത്തരം മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്കത് പൂർണ്ണതയിൽ ഇതിന്റെ ഒരു ഗുണം ലഭ്യമാക്കാൻ വേണ്ടി പറ്റുന്നത്. പലപ്പോഴും ഒരു സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ഒരു വിവരങ്ങൾ ഇത് സമർത്ഥമായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു സൊസൈറ്റിയെ നയിക്കുന്ന സംവിധാനങ്ങളെല്ലാം വഴി നമുക്ക് ജനങ്ങൾക്കിടയിലേക്ക് വ്യാപകമായി ഇത്തരം കാര്യങ്ങൾ എത്തിക്കുക എന്ന കാര്യം പ്രധാനമായി കണക്കാക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ വളരെ ചുരുക്കി സൂചിപ്പിക്കാൻ വേണ്ടി കാര്യം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്കിലെ സെമിനാർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുമൻ സൂസൻ ജേക്കബ് വിഷയാവതരണം നടത്തി. ഡെപ്യൂട്ടി DMO ഡോക്ടർ ആനന്ദ് മോഹൻ, ഡോക്ടർ R. സന്ധ്യ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. പൊതുജനങ്ങൾക്കുള്ള ബോധവൽക്കരണ പോസ്റ്ററുകൾ H. സലാം MLA പ്രകാശനം ചെയ്തു. RMO ഡോക്ടർ M. ആഷ,
ഡോക്ടർ CP പ്രിയദർശൻ, നഴ്സിംഗ് സൂപ്രണ്ട് റെസിപി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി കൂട്ടനടത്തം, ബോധവൽക്കരണ ക്ലാസുകൾ, ഫ്ലാഷ് മോബ് എന്നിവ നടത്തി. അത്യാഹിത വിഭാഗത്തിന്റെ മുമ്പിൽ നിന്നും ആരംഭിച്ച കൂട്ടനടത്തം പുതിയ OP ബ്ലോക്കിന് മുന്നിൽ സമാപിച്ചു. വാരാചരണത്തോടനുബന്ധിച്ച് ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണ റീൽസ് മത്സരം, പോസ്റ്റർ രചനാ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിലെ കിടങ്ങറ ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. മഴവെള്ളം കെട്ടിക്കിടന്ന് കുഴിയായ റോഡിലൂടെ യാത്ര ദുഷ്കരമാണെന്നും അടിയന്തരമായി റോഡ് നവീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. കിടങ്ങറ ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം റോഡിൽ മഴക്കാലമായാൽ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം കാൽനടയാത്ര പോലും ദുഷ്കരമാണ്. കുട്ടനാട് MLA തോമസ് കെ തോമസ് 1.5 വർഷം മുമ്പ് 10 ലക്ഷം രൂപ അനുവദിച്ച് പാതി വഴിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരുന്നു. അടുത്ത റീച്ചായി 12 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് ഉടൻ തന്നെ ഫണ്ട് നൽകാമെന്ന് MLA പറഞ്ഞതാണെന്നും എന്നാൽ ഇതുവരെ നടപടിയുണ്ടായിട്ടില്ലെന്നും വാർഡ് മെമ്പറും BJP കുട്ടനാട് മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ സുഭാഷ് പറമ്പിശ്ശേരി പറയുന്നു. ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം റോഡാണ് ഇന്ന് എൻ്റെ പിന്നിൽ കാണുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ കുട്ടനാട് MLA അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ആദ്യത്തെ റീച്ചായിട്ട് ഏതാണ്ട് 10 ലക്ഷം രൂപ അദ്ദേഹം തരികയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് അതിനുശേഷം 2ാം റീച്ചായിട്ട് ഏതാണ്ട് 12 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത് അദ്ദേഹം ഫണ്ട് അനുവദിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാണ്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേത്രത്തിൽ പോകുന്ന ആളുകൾ, സ്കൂളുകളിൽ പോകുന്ന ആളുകൾ, ഇവിടെ പാടശേഖരങ്ങളിൽ പോകുന്ന ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകൾ, ഏതാണ്ട് 10, 100, 150 വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. ഇതിലെ കുട്ടികൾക്ക് നല്ല വസ്ത്രം ധരിച്ച് റോഡിലൂടെ യാത്ര ചെയ്യാൻ മേലത്തെ, സ്കൂളിൽ പോകാൻ മേലത്തെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ബഹുമാനപ്പെട്ട MLA നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ 12 ലക്ഷം രൂപ അനുവദിച്ച് തന്ന് ഈ വഴിയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് തരണമെന്ന് ഈ അവസരത്തിൽ പറയാറുണ്ട്. കിടങ്ങറ ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം, സെന്റ് ഗ്രിഗോറിയസ് ചർച്ച്, NSS കരയോഗം, പോസ്റ്റ് ഓഫീസ്, മൃഗാശുപത്രി, ഹെൽത്ത് സെന്റർ, പെൻഷൻ ഭവൻ, അങ്കണവാടി എന്നിവിടങ്ങളിലേക്കെല്ലാം പോകാൻ പ്രദേശവാസികളും സ്കൂളിലേക്ക് എത്താൻ നിരവധി വിദ്യാർത്ഥികളും ആശ്രയിക്കുന്ന വഴിയാണിത്. മിക്ക ദിവസവും ഇരുചക്ര വാഹനയാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതായും നാട്ടുകാർ പറയുന്നു. ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ MLA ഉടൻ ഫണ്ട് അനുവദിച്ച് നൽകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക, ചമ്പക്കുളം ബസ് സ്റ്റാൻഡിൽ നിന്നും സ്റ്റേ ബസ് സർവീസ് പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചമ്പക്കുളം വികസന സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി. 500 പേരുടെ ഒപ്പ് ശേഖരിച്ച് അധികാരികൾക്ക് നിവേദനം സമർപ്പിക്കുകയാണ് ലക്ഷ്യം. ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിയിൽ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം വേണമെന്നും കിഴക്കേക്കര ബസ് സ്റ്റാൻഡിൽ നിന്നുണ്ടായിരുന്ന സ്റ്റേ ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാണ്. മെച്ചപ്പെട്ട കളക്ഷൻ ലഭിച്ചിരുന്ന സർവീസുകൾ ലോക്ക്ഡൌൺ കാലത്താണ് KSRTC നിർത്തലാക്കിയത്. രാത്രി വൈകി ആലപ്പുഴ ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നും എത്തുന്നവർക്കും പുലർച്ചെ റെയിൽവേ സ്റ്റേഷനിലേക്കും മറ്റും പോകുന്നവർക്കുമെല്ലാം ഏറെ ഉപകാരപ്രദമായിരുന്ന സർവീസുകൾ നിർത്തിവെച്ചതോടെ പ്രദേശവാസികൾ കടുത്ത യാത്രാ ദുരിതമാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിലാണ് ചമ്പക്കുളം വികസന സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളിൽ നിന്നും ഒപ്പുശേഖരണം നടത്തി അധികാരികൾക്ക് നിവേദനം സമർപ്പിക്കാൻ തീരുമാനിച്ചത്. ഒപ്പുശേഖരണത്തിന്റെ ഭാഗമായി ചമ്പക്കുളം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ചേർന്ന യോഗം കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഉച്ചകഴിഞ്ഞ് അല്ലെങ്കിൽ അതുപോലുള്ള സമയങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ കുട്ടികൾക്കോ അല്ലെ നമ്മൾക്കോ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മൾ ഈ ആശുപത്രിയിൽ എത്തിയാൽ അവരെ ചികിത്സിക്കുന്നതിനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇവിടെ ഇല്ല എന്ന് നമുക്ക് അറിയാം. അതിന്റെ അഭാഗത്തിൽ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞവരുടെ എണ്ണം ഒട്ടും കുറവല്ല, അതും നമുക്കറിയാം. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ പല സംഘടനകളും പല രാഷ്ട്രീയക്കാരും ഇതിനെ സംബന്ധിച്ച് നിവേദനങ്ങളും മറ്റും നൽകിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ അതിന് യാതൊരുവിധ ഇതും ഉണ്ടായതിന്റെ സാഹചര്യത്തിലാണ് ചമ്പക്കുളം വികസന സമിതി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് ഇന്നാട്ടിന്റെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി അവരുടെ ഒപ്പുകൾ ശേഖരിച്ച് ബഹുമാനപ്പെട്ട ഇതിന്റെ വകുപ്പ് മേധാവികൾക്ക് നൽകി ഇവിടെ 24 മണിക്കൂറും ഡോക്ടറുടെ സേവനവും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റേ ബസുകൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒപ്പുശേഖരണം നടത്തുന്നത്. യോഗത്തിൽ ചമ്പക്കുളം വികസന സമിതി പ്രസിഡന്റ് D തങ്കച്ചൻ അധ്യക്ഷനായിരുന്നു.
സമിതി സെക്രട്ടറി അഗസ്റ്റിൻ ജോസ്, PK ഭാർഗവൻ, R രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രാജു കോലപ്പള്ളി, പ്രതാപൻ പുല്ലങ്ങടി, KP ബാബു മുപ്പതിൽച്ചിറ, K ഹരിക്കുട്ടൻ എന്നിവർ ഒപ്പുശേഖരണത്തിന് നേതൃത്വം നൽകി. 4.5 പതിറ്റാണ്ട് നാടിനൊപ്പം സഞ്ചരിച്ച സ്വകാര്യ ബസ്സിന് നാടിന്റെ ആദരവ്. മാന്നാർ പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന CPN എന്ന സ്വകാര്യ ബസ്സിനാണ് ബുധനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് നൽകിയത്. കുളനട ചെറുകരയിൽ NC രാജൻ പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള CPN എന്ന സ്വകാര്യ ബസ് പൊതുഗതാഗത രംഗത്ത് 4.5 പതിറ്റാണ്ടിന്റെ സ്തുത്യർഹമായ സേവനത്തിലൂടെ നാടിന്റെ സ്പന്ദനമായി മാറിയിരിക്കുകയാണ്. ഇതിലെ ജീവനക്കാരായ ശശിധരൻ നായർ, തുളസീധരൻ നായർ, വിനോദ് എന്നിവരെയും ബസ്സുടമയെയും പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട് ഘടകത്തിന്റെ നേതൃത്വത്തിലാണ് പൊന്നാടയണിയിച്ച് ആദരിച്ചത്. ബുധനൂർ കലാഭൂഷണി വായനശാലയിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KR മോഹനൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ പേരിൽ എല്ലാവിധ ആദരവ് കൊടുക്കുകയാണ്, അവരെ അംഗീകരിക്കുകയാണ്. നിങ്ങളുടെ അഭിമാന ഭാജനങ്ങളാണ്. മാധ്യമപ്രവർത്തകൻ ബഷീർ പാലക്കീഴിൽ, പരിസ്ഥിതി ഫോറം പ്രവർത്തകൻ അബ്ദുൾ റഹ്മാൻ കുഞ്ഞ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഫോറം പ്രസിഡന്റ് S രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബാലസുന്ദര പണിക്കർ, ബുധനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PV ഹരിദാസ്, ഫോറം ജനറൽ സെക്രട്ടറി PJ നാഗേഷ് കുമാർ, ട്രഷറർ ജയ മാന്നാർ, വായനശാല സെക്രട്ടറി സുനിൽ കുമാർ എന്നിവർ സംസാരിച്ചു. കിടങ്ങറ സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗ്രിഗോറിയോസിന്റെ തിരുനാൾ ആചരണത്തിന് കൊടികയറി. വ്യാഴാഴ്ച വൈകിട്ട് 4:30 വികാരി ഫാദർ ജേക്കബ് പാറക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൊടിയേറ്റിന് ശേഷം ലതീഞ്ഞ്, ആഘോഷമായ വിശുദ്ധ കുർബാന എന്നീ കർമ്മങ്ങൾ നടന്നു. ഫാദർ തോമസ് കുത്തുകല്ലുങ്കൽ മുഖ്യ കാർമ്മികനായിരുന്നു. കൈക്കാരന്മാരായ AB സെബാസ്റ്റ്യൻ വടകര പുത്തൻപറമ്പ്, PT സെബാസ്റ്റ്യൻ, തിരുനാൾ പ്രസിഡന്റ് ജോയിച്ചൻ കളത്തിൽ, കൺവീനർ PC മോനിച്ചൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നവംബർ 24 ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം. രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ശേഷം തിരുനാൾ ആചരണത്തിന് സമാപനം കുറിച്ച് കൊടിയിറങ്ങും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 7200 രൂപ, പവന് 57,600 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.